ഫിഫ്ത്ത് ചാപ്റ്ററിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ മോഡ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. താഴെ തന്നിരിക്കുന്ന ഡാറ്റയുടെ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിന്റെ മലയാളം വേർഷൻ നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്ന ഡാറ്റയുടെ മോഡ് കണ്ടുപിടിക്കുക. ഇപ്പൊ താഴെ തന്നിരിക്കുന്ന ഡാറ്റയ്ക്കൊരു പ്രത്യേകതയുള്ളത്, ഫസ്റ്റ് റോയില് തന്നിരിക്കുന്നത് മാർക്ക് ലെസ് ദാൻ. തന്നിരിക്കുന്ന ഡാറ്റ ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. കൂട്ടത്തില് സെക്കൻഡ് റോ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിരിക്കുന്നതിലുള്ള പ്രത്യേകത, സെക്കൻഡ് റോ കൺസിഡർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്, ആദ്യത്തെ വാല്യൂ 15, അതിനേക്കാളും കൂടുതലാണ് അടുത്ത വാല്യൂ 35, അതിനേക്കാളും കൂടുതൽ അടുത്ത വാല്യൂ 60, അതിനേക്കാൾ കൂടുതൽ 84, അങ്ങനെ ഓരോ വാല്യൂസും കൂടിയിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് റോയിലെ ലെസ് ദാൻ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ടേബിള് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ആണ്. ഓക്കെ, ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള റോസില് വാല്യൂസുകൾ കൂടിയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ സംശയിക്കേണ്ട കാര്യേ ഇല്ല. ലെസ് ദാൻ ഫ്രീക്വൻസി ടേബിൾ ആണ് തന്നിരിക്കുന്നത്. അതിനെ ആദ്യം ആക്ച്വൽ ഫ്രീക്വൻസി ടേബിളായി മാറ്റിയതിനു ശേഷം വേണം മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ. തന്നിരിക്കുന്ന ഡാറ്റനെ 2 കോളങ്ങളിലായി അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി ഇതിന്റെ എക്സാക്ട് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. അതിനു വേണ്ടി ആദ്യം ക്ലാസ് എന്നുള്ളൊരു കോളം കൺസ്ട്രക്ട് ചെയ്യണം. ഇനി നോക്കൂ, ലെസ് ദാൻ 10, 10ന് താഴെ. 10ന് താഴെ എന്ന് പറയുമ്പോൾ മാർക്കും കൂടിയാണ്. എവിടം വരെ താഴാം? 0 വരെ താഴാം. അപ്പൊ നോക്കൂ, 0 to 10. അടുത്തത് നോക്കൂ, ലെസ് ദാൻ 20, 20ന് താഴെ. 20ന് താഴെ പറയുമ്പോൾ എത്ര വരെ താഴാം? 0 വരെ താഴാം. പക്ഷേ 0 മുതൽ 10 വരെ ഫസ്റ്റ് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു. ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ എവിടെ മുതലേ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ? എക്സ്ക്ലൂസീവ് ക്ലാസ്സസും കൂടി ആണെങ്കിൽ 10 മുതൽ 20 വരെയാണ് സെക്കൻഡ് ക്ലാസ്സിൽ ഉൾപ്പെടുക. ദെൻ അടുത്ത വാല്യൂ ലെസ് ദാൻ 30, 30ന് താഴെ. എവിടം വരെ താഴാം? 0 വരെ താഴാം. പക്ഷേ 0 മുതൽ 10 വരെയും 10 മുതൽ 20 വരെയും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത് കൊണ്ട് ബാക്കിയുള്ള ഭാഗം 20 മുതൽ 30 വരെയാണ് തേർഡ് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുക. അടുത്തത് ലെസ് ദാൻ 40. ഇപ്പൊ എവിടം വരെ താഴാം? 40ക്ക് താഴെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 0 വരെ താഴാം. പക്ഷെ ഈ ക്ലാസ്സുകളിലെല്ലാം ഈ റേഞ്ച് ഇൻക്ലൂഡ് ചെയ്തു. 30 വരെ ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ ഇനി തുടങ്ങുന്നത് 30 മുതൽ 40 വരെ. അതുപോലെ ബാക്കിയുള്ള ക്ലാസ്സും ഫില്ല് ചെയ്യണു. 40 to 50, 50 to 60, 60 to 70, 70 to 80. ഓക്കെ, ഇനി വേണ്ടത് ഫ്രീക്വൻസി എന്നുള്ള കോളമാണ്. അത് കൺസ്ട്രക്ട് ചെയ്യണു. അപ്പൊ ഇനി ശ്രദ്ധിക്കാനുള്ളത്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആദ്യത്തെ വാല്യൂ അതുപോലെ 15 തന്നെ എഴുതി കൊടുത്തു. സെക്കൻഡ് വൺ ലെസ് ദാൻ 20, 20ന് താഴെയുള്ള ഫ്രീക്വൻസിയാണ് 35 തന്നിരിക്കുന്നത്. അപ്പൊ നോക്കൂ, 20ന് താഴെ എന്ന് പറയുമ്പോൾ എവിടം വരെ താഴാമെന്ന് പറഞ്ഞു? 0 മുതൽ 20 വരെയുള്ള ഫ്രീക്വൻസിയാണ് നമുക്ക് ഈ 35 തന്നിരിക്കുന്നത്. പക്ഷേ 0 മുതൽ 10 വരെയുള്ള ഫ്രീക്വൻസിയായ 15 ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തു. ഇനി ബാക്കി എത്രയേ വേണ്ടൂ? 10 മുതൽ 20 വരെയുള്ള ഫ്രീക്വൻസി ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതി. അതിനു വേണ്ടി 35ൽ നിന്ന് തൊട്ട് മുകളിലുള്ള 15 ഫ്രീക്വൻസി മൈനസ് ചെയ്യുമ്പോൾ 20 ആണെന്ന് കിട്ടും. ഇനി ഒരുപാട് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വാല്യൂസ് കൂട്ടിയിട്ടാണ് എഴുതി വന്നത്. അതിൻ്റെ റിവേഴ്സ് ഓർഡറായ ഓരോ വാല്യൂവിൽ നിന്നും തൊട്ട് മുകളിലുള്ള വാല്യൂസ് മൈനസ് ചെയ്യുക. അപ്പൊ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി നമുക്ക് കിട്ടും. ഇനി തേർഡ് ക്ലാസ് നോക്കുക. 20 to 30ന് കറസ്പോണ്ടിങ് ആയിട്ട് 60 മൈനസ് തൊട്ട് മുമ്പുള്ള ഫ്രീക്വൻസി മൈനസ് ചെയ്തു പോവുക.
അപ്പൊ 60-ൽ നിന്ന് 35 മൈനസ് ചെയ്യുമ്പോൾ 25 നമുക്ക് കിട്ടും. ഇനി വേണ്ടത് 84. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 84-ൽ നിന്ന് തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസി 60 മൈനസ് ചെയ്തു. അന്നേരം കിട്ടുന്ന വാല്യൂ ഈക്വൽ ടു 24. നെക്സ്റ്റ് വൺ 96. അതിന് തൊട്ട് മുകളിലുള്ള വാല്യൂ 84 മൈനസ് ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു 12. നെക്സ്റ്റ് വൺ 127. ഈ 127-ൽ നിന്ന് അതിന് തൊട്ട് മുകളിലുള്ള 96 മൈനസ് ചെയ്യുക. അന്നേരം കിട്ടുന്ന വാല്യൂ 31. അടുത്തത് 198. 198-ൽ നിന്ന് അതിന്റെ തൊട്ട് മുകളിലുള്ള 127 മൈനസ് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 71. ദെൻ ലാസ്റ്റ് വൺ 250-ൽ നിന്ന് അതിന്റെ തൊട്ട് മുകളിലുള്ള 198 മൈനസ് ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു 52. ഈ ഡാറ്റ വെച്ചുകൊണ്ട് മോഡാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ മോഡ് ഈക്വൽ ടു എൽ പ്ലസ് F1 മൈനസ് F0, ഇത്രയും കാര്യങ്ങൾ ബ്രാക്കറ്റിനുള്ളിൽ ഇൻറ്റു സി ഡിവൈഡഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2. എന്താണ് F1, F0, F2 എന്നുള്ളതാണ് ഇനി പറയുന്നത്. മോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഏതാണ് എന്നുള്ളത് നോക്കുക. ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റയിൽ ഏറ്റവും കൂടുതൽ ഉള്ള ഫ്രീക്വൻസി നോക്കൂ, ഏതാണ്? 71. അപ്പൊ ഈ 71 നമ്മൾ മോഡൽ ക്ലാസ് ആയിട്ട് എടുക്കാനുള്ളത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള 60 to 70 ഈ ക്ലാസ്സിനെ നമ്മൾ മോഡൽ ക്ലാസ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പൊ നോക്കൂ, ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി 71. ഇതിന് തൊട്ട് മുകളിലുള്ള വാല്യൂവിനെ F0 എന്നും, 0 കഴിഞ്ഞ പിന്നെ പറയുന്നത് 1 അല്ലേ, അപ്പൊ F1 ആണ്. അതിനുശേഷമുള്ളത് F2 ആണ്. ഇനി വേണ്ടത് സി എന്ന് വെച്ചു കഴിഞ്ഞാൽ എടുത്തിരിക്കുന്ന മോഡൽ ക്ലാസിന്റെ ഇന്റർവെൽ ആണ്. അപ്പൊ 60 to 70 ഈ ക്ലാസിന്റെ ഇന്റർവെൽ എത്ര വരും? സി ഈക്വൽ ടു 10. അതിനുശേഷം എൽ എന്ന് വെച്ചാൽ എടുത്തിരിക്കുന്ന മോഡൽ ക്ലാസിന്റെ ലോവർ ലിമിറ്റ്. അപ്പൊ എത്രയാ? 60. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ മോഡ് ഈക്വൽ ടു 60 പ്ലസ് F1 വാല്യൂ എത്രയാണ്? 71 മൈനസ് F0 എത്രയാ? 31. സി ക്ലാസ് ഇന്റർവെല് 10 ഡിവൈഡഡ് ബൈ, ഇനി ഒരു പോയിന്റും കൂടെ ഇവിടെ നോക്കൂ, ഫോർമുലയില് എല്ലിന്റെ താഴെ ഡിവിഷൻ ഇല്ല, ഇത്രയും ഭാഗത്തിന് മാത്രമേ ഡിവിഷൻ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഞാൻ ഇവിടെയും എഴുതുന്നത്. താഴെ നോക്കൂ, ഇനി 2 ഇൻറ്റു F1ന്റെ വാല്യൂ 71 മൈനസ് F0 31 വാല്യൂ മൈനസ് F2ന്റെ വാല്യൂ 52, വിച്ച് ഈസ് ഈക്വൽ ടു 60 പ്ലസ് 71 മൈനസ് 31 40. 40 ഇൻറ്റു 10 400 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 71 കാൽക്കുലേറ്റ് ചെയ്യുക. അന്നേരം കിട്ടുന്ന വാല്യൂ 142 മൈനസ് 31 മൈനസ് 52. അപ്പൊ 142-ൽ നിന്ന് ഇവ രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 59, വിച്ച് ഈസ് ഈക്വൽ ടു 60 പ്ലസ് 400-നെ 59 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ 6.78. എന്നിട്ട് ഇവ തമ്മിൽ കൂട്ടുമ്പോൾ വരുന്ന വാല്യൂ 66.78. ഇതാണ് മോഡ്. മാർച്ച് 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ആദ്യത്തെ ചോദ്യം, if each value of a series is multiplied by 5, the median is, മലയാളം വേർഷൻ, ഒരു ശ്രേണിയിലെ ഓരോ വിലയും 5 കൊണ്ട് ഗുണിച്ചാൽ
മീഡിയൻ ഡാഷ് ആകുന്നു. അതായത് അതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് നോട്ട് എഫക്റ്റഡ്, പഴയ മീഡിയൻ ഏതാണോ അത് തന്നെയായിരിക്കും. സെക്കൻഡ് ഓപ്ഷൻ 5 ടൈംസ് ദ ഒറിജിനൽ മീഡിയൻ വാല്യൂ, ആദ്യത്തെ മീഡിയൻ വാല്യൂ എന്താണോ കണ്ടുപിടിച്ചത് അതിന്റെ 5 ഇരട്ടി ആയിരിക്കും. ദെൻ തേർഡ് വൺ 1/5 ഓഫ് ദ ഒറിജിനൽ മീഡിയൻ വാല്യൂ, യഥാർത്ഥ മീഡിയന്റെ 1/5 വിലയാകുന്നു. ഫിഫ്ത്ത് വൺ 5 കൂടുന്നു. അപ്പൊ നോക്കൂ, ഇതിനുള്ള കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. യഥാർത്ഥ മീഡിയന്റെ 5 മടങ്ങാകും. അതായത് 5 ടൈംസ് ദ ഒറിജിനൽ മീഡിയൻ വാല്യൂ, യഥാർത്ഥ മീഡിയൻ വാല്യൂവിന്റെ 5 ടൈംസ് ആവും. കാരണം 5 കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി ഇതിലെ സെക്കൻഡ് വൺ, a student score in accountancy, business studies, economics and statistics are respectively 82, 86, 90 and 88. If the respective credit given to these subjects are 3, 5, 3 and 2, determine the average score. മലയാളം വേർഷൻ. ഒരു വിദ്യാർത്ഥിയുടെ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയിലെ സ്കോറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ സ്കോറില് ഓരോ സബ്ജക്റ്റിനും തന്നിരിക്കുന്ന വെയിറ്റ് ആണ് ഇവിടെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ മീന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദ്യം. ഇപ്പൊ വെയിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അരിതമെറ്റിക് മീൻ അല്ലെങ്കിൽ ശരാശരി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല, വെയ്റ്റഡ് അരിതമെറ്റിക് മീൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ ഡബ്ല്യു. അതായത് ഫ്രീക്വൻസി വരുമ്പോൾ എന്താണോ ഫോർമുല അതേ ഫോർമുലയാണ്. ഫ്രീക്വൻസി ആണെങ്കിൽ ഡബ്ല്യുവിന് പകരം നമ്മൾ എന്ത് എഴുതുമായിരുന്നു? സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എന്ന് എഴുതുമായിരുന്നു. അപ്പൊ ഡബ്ല്യുവിന് പകരം എന്തായി മാറി? എഫ് ആയി മാറി. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പൊ വാല്യൂസ്, മാർക്കുകൾ തന്നിരിക്കുന്നത് 82, 86, 90, 88. ഇത്രയും വാല്യൂസ് ആണ് മാർക്ക്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് 3, 5, 3, 2 ആണ് വെയിറ്റ് തന്നിരിക്കുന്നത്. ഇപ്പൊ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ ഡബ്ല്യു എക്സ് പറഞ്ഞാല് വെയിറ്റ് ഇൻറ്റു എക്സ് വാല്യൂ. സിഗ്മ ഡബ്ല്യു എക്സ് ഈക്വൽ ടു എങ്ങനെയാ വരിക? വെയിറ്റ് ഇൻറ്റു എക്സ് വാല്യൂ. ഇപ്പൊ 3 ഇൻറ്റു 82 പ്ലസ് വെയിറ്റ്, അടുത്ത വെയിറ്റ് 5 ഇൻറ്റു 86 പ്ലസ് നെക്സ്റ്റ് വെയിറ്റ് 3 ഇൻറ്റു 90 പ്ലസ് 2 ഇൻറ്റു 88. ദ ഹോൾ ഡിവൈഡഡ് ബൈ വെയിറ്റുകളുടെ സമ്മ. സിഗ്മ ഡബ്ല്യു പറഞ്ഞ വെയിറ്റുകൾ സം ചെയ്യുക. 3 പ്ലസ് 5 പ്ലസ് 3 പ്ലസ് 2. Then which is equal to 3 into 82 246, 5 into 86 430, 3 into 90 270 പ്ലസ് 2 into 88 176. ഡിവൈഡ് ചെയ്യണം. 3 പ്ലസ് 5 പ്ലസ് 3 പ്ലസ് 2 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ എന്ത് വരും? 13. വിച്ച് ഈസ് ഈക്വൽ ടു ഇതെല്ലാം കൂടെ സം ചെയ്യുമ്പോ കിട്ടുന്ന വാല്യൂ 1122. 1122 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വിച്ച് ഈസ് ഈക്വൽ ടു 1122 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 86.31. The next one, an aeroplane flies around the 4 sides of a square at a speed of 100 km per hour, 200 km per hour, 300 km per hour and 400 km per hour. Find the average speed of the aeroplane. ഇതേ ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ഒരു ചോദ്യ പേപ്പറിലും കൂടെ ചെയ്തിരുന്നു. ഒരു വിമാനം ഒരു സമചതുരത്തിന്റെ ചുറ്റും 100, 200, 300, 400 കിലോമീറ്റർ വേഗതയിൽ പറക്കുന്നുവെങ്കിൽ വിമാനത്തിന്റെ വേഗത കണക്കാക്കാൻ വേണ്ടിയിട്ട് ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. ഇതേ വാല്യൂസ് തന്നെയാണ്, അത് റെഫർ ചെയ്യുക നിങ്ങള്. സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ ഹാർമോണിക് മീൻ ആണ്
കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 192.3 കിലോമീറ്റർ പെർ അവർ ആണെന്ന് ആൻസർ വരും. ചെയ്തു നോക്കുക നിങ്ങൾ. നെക്സ്റ്റ് വൺ, ദ വാല്യൂസ് ഓഫ് മോഡ് ആൻഡ് മീഡിയൻ ഫോർ എ ഡിസ്ട്രിബ്യൂഷൻ ആർ. ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മോഡും മീഡിയനും തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മീൻ. മീൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബൈ യൂസിങ് എംപിരിക്കൽ റിലേഷൻ. എംപിരിക്കൽ റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് മീന് കണക്കാക്കുക. മലയാളം വേർഷൻ ഇതാണ് കേട്ടോ. അപ്പൊ എംപിരിക്കൽ റിലേഷൻ എന്താണ്? എംപിരിക്കൽ റിലേഷനിൽ പറയുന്നത് മീൻ മൈനസ് മോഡ് ഈക്വൽ ടു 3 into മീൻ മൈനസ് മീഡിയൻ. ഈ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ എന്നും എഴുതാൻ വേണ്ടി സാധിക്കും. തന്നിരിക്കുന്ന ചോദ്യത്തില് മോഡ് തന്നിട്ടുണ്ട്. മോഡിന്റെ വാല്യൂ 64.2 ആണ്. മീഡിയന്റെ വാല്യൂ തന്നിരിക്കുന്നത് 68.6 ആണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ? മോഡ് ഉള്ളിടത്ത് 64.2 ഈക്വൽ ടു 3 ഇൻറ്റു മീഡിയൻ. മീഡിയൻ എത്രയാ? 68.6 മൈനസ് 2 മീൻ. Then 64.2 equal to 3 into 68.6. 205.8 മൈനസ് 2 മീന്. ഇനി ചെയ്യാനുള്ളത് 64.2 ഇത് പോസിറ്റീവാണ്. ഈ നമ്പറിനെ ഈക്വൽ ടുന്റെ ഇങ്ങേ ഭാഗത്ത് കൊണ്ടുവരുമ്പോൾ നെഗറ്റീവായി മാറി. 205.8 ഈക്വൽ ടു മൈനസ് 2 മീൻ. 64.2 മൈനസ് 205.8. നോക്കൂ, 64.2 എന്നുള്ളത് പോസിറ്റീവാണ്. പോസിറ്റീവും നെഗറ്റീവും വരുമ്പോ എങ്ങനെ ചെയ്യും? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യും, വലിയ നമ്പറിന്റെ ചിഹ്നം ഇടും. സോ വലിയ നമ്പറിന്റെ ചിഹ്നം നെഗറ്റീവാണ്. 141.6 ഈക്വൽ ടു മൈനസ് 2 മീൻ. ഇതിൽ നിന്ന് മീനിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. -2നെ എന്ത് ചെയ്യണം? ഇങ്ങേ ഭാഗത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എന്തായി മാറി? ഡിവിഷനായി മാറി. 141.6 ഡിവൈഡഡ് ബൈ -2 ഈക്വൽ ടു ആണ് മീന്. 141.6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ 70.8 ആണ്. ഇനി 2 ഭാഗത്ത് നെഗറ്റീവ് ഉണ്ട്, 2ഉം കട്ട് ചെയ്തു പോയി. സോ മീൻ ഈക്വൽ ടു 70.8. If you like the video, please subscribe and press the bell icon.